पति ब्रह्मचारी। നിക്ക് പറ. സൂരജ് കണ്ണിലെന്തോ പോയി. ഭയങ്കര സൂരജ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സത്യം ആദ്യം ഒളിഞ്ഞു നിൽക്കും സൂരജ്. ഇന്ന് നീ ഞാൻ പറഞ്ഞതിനെ എതിർത്തു, പക്ഷെ നിനക്ക് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഈഷ എങ്ങാനും നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുക്കൂ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആയിഷ എന്തായാലും ഇവിടുന്ന് പോയേ തീരൂ. നീ വലിയ സ്ട്രോങ് ആണെന്നാണോ സ്വയം കരുതുന്നത്? ആദ്യം എന്റെ കണ്ണിൽ നോക്കി നീ സംസാരിക്കും. അവള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമ്പോ ഒന്നും ശരിക്കും തോന്നാറില്ലേ? അതുപോലെ നീ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ലേ? നിന്റെ കാര്യം പോക്കാം. ഇത്രയും വിലയുള്ള മരുന്നുകളോ? അതും ഒരു 2 ദിവസത്തേക്ക്? അതൊന്നും സാരമില്ല മോളെ. അറിവിനേക്കാളും ആരോഗ്യത്തെക്കാളും ഈ ലോകത്ത് മറ്റൊന്നുമില്ല. വിട്ടേക്ക്. അച്ഛാ, ഇതെന്താ അച്ഛന്റെ ബിപിയുടെ മരുന്ന് കഴിഞ്ഞോ? എന്നാ വല്യമ്മയ്ക്ക് വാങ്ങിക്കുമ്പോ ഇതും കൂടെ വാങ്ങിച്ചോ. ഏയ്, അതൊന്നും വേണ്ട മോളെ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാര് നമ്മളെ കൊള്ളയടിക്കും. അവരുടെ ലാഭം ചേർത്ത് അവര് വാങ്ങുന്നത്. തൽക്കാലം ചേട്ടത്തിയുടെ മരുന്നല്ലേ ആവശ്യം, അത് വാങ്ങാം. എന്റെ ബിപിയുടെ ഗുളികയല്ലേ ഇത്, നമ്മുടെ വീട്ടിനടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് വാങ്ങാം. സാരമില്ല മോളെ. ഇനിയിപ്പോ അവിടം വരെ പോകാൻ ഒരുപാട് ദൂരമില്ലേ? അത് മാത്രമല്ല, ഇപ്പൊ എന്തൊരു ചൂടാ. എന്തായാലും ഇപ്രാവശ്യത്തേക്ക് ഈ ഗുളിക ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം പ്ലീസ്. ശരി. ഹലോ. ഹലോ കാവ്യ. അതെ ഡോക്ടർ. കുറച്ചു നാൾ മുമ്പ് എന്നോട് കാവ്യ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെ അതെ. ഒരു റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. നിനക്ക് ഉടൻ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ആക്ച്വലി എനിക്ക് ജോലി വളരെ അത്യാവശ്യം. കാവ്യ, ഇത് ഒരു പേഷ്യന്റിന്റെ ടേക്ക് കെയർ സർവീസ് ആണ്. ഗുലാബ് മാൻഷനിലുള്ളതാ. ഗുലാബ് മാൻഷനോ? അതെ കാവ്യ, തരക്കില്ലാത്ത കാശ് കിട്ടും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയേ. എത്രയും പെട്ടെന്ന് പറയണം. നിന്റെ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ തന്നെ വല്യമ്മയ്ക്ക് ആ വീടിന്റെ കാര്യം ഇഷയുടെ കാര്യം ഒന്നും പറയുന്ന ഇഷ്ടമല്ല. ഈ അവസ്ഥയിൽ ഇപ്പോ അവിടെ തന്നെ ജോലിക്ക് ഇതെങ്ങാനും വല്യമ്മ അറിഞ്ഞാ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്തോ. സാർ 1700 രൂപ. 1700. അല്ല, ഇതിപ്പോ ഈ ബിപിയുടെ ഗുളിക ഒഴിവാക്കുകയാണെങ്കിൽ ഒരു 1500-നകത്ത് നിൽക്കും. എന്നാ പിന്നെ ഇതിപ്പോ വേണ്ട. ഇതാ സാർ. താങ്ക് യു. ഇനി മതി. ഇനി ഒരിക്കലും അച്ഛന് പൈസ ഇല്ലാത്തോണ്ട് മരുന്ന് വാങ്ങാതിരിക്കേണ്ടി വരില്ല. ഞാൻ ഈ ജോലിക്ക് പോയിരിക്കും. ആ ദിവ്യക്ക് വട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. തണുത്ത കാറ്റുകിട്ടിയെ കുറിച്ച് സുഖാവും തോന്നുന്നു. रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ,
അത് പിന്നെ ഞാൻ ആ ജനാല തുറന്നപ്പോ കാറ്റടിച്ച് ദുപ്പട്ട പറന്നതാ. അത് തിരിച്ചു വെച്ചെന്നുള്ളൂ, വേറൊന്നുമില്ല. നിന്റെ ഭാര്യയല്ലേ നീ നീ എന്ത് ചെയ്താ എനിക്കെന്താ? നീ എന്തോ ചെയ്യും? ദാ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തോ. പനി കാരണം വിറയ്ക്കുമല്ലേ? അയ്യോ നിക്ക് പോലെ. എങ്ങോട്ടാ പോന്നെ? ഒന്ന് ചെയ്തു കൊടുക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയാ? സാധാരണ അമ്മയ്ക്ക് എന്നെ കണ്ട നില തെറ്റാറാണ് പതിവ്. ഇന്നെന്താ ബിപിക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്തിനാണാവോ എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയത്? എടി, നിനക്ക് എന്നെ ഒരു ഓർമ്മയില്ലായിരുന്നോ? നിനക്ക് ഒറ്റയ്ക്കിങ് ഇറങ്ങി പോരായിരുന്നില്ലേ? എന്നെ കൊണ്ട് ആപ്പിള് കഴിപ്പിച്ചോ, അതും സ്വന്തം കൈകൊണ്ട്? ഇത് സത്യമല്ല, ഞാനെന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ദേ നോക്ക്, ഈ മോതിരം ഉണ്ടല്ലോ, എന്റെ വല്യമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. എന്തുകൊണ്ടാന്നറിയില്ല, എനിക്കിത് നിനക്ക് തരാനാ തോന്നുന്നത്. കൈ കാണിച്ചേ. ഇന്ന് മുതല് ഇത് നിന്റേതാ. നന്നായിട്ടില്ലേ? ഇപ്പൊ ശരിക്കും തല അടങ്ങുന്നുണ്ട്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല, ഭക്ഷണം കൊണ്ടുവന്നിട്ടുമില്ല. എന്നിട്ടും സ്വർഗത്തിലെ മാലാഖയെ പോലെ എന്നോട് നന്നായിട്ട് പെരുമാറുന്നു. ഇനിയിപ്പോ ഡോക്ടർ എങ്ങാനും ഇവരുടെ കാൽമുട്ടിനൊപ്പം തലയ്ക്കകത്ത് വല്ല ഓപ്പറേഷനും ചെയ്തോ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. നിന്നെ പോലൊരു മരുമോളെ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കട്ടെ. അല്ല മോണിക്ക, ഞാൻ അഡ്മിറ്റ് ആയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഞാൻ അറിയാത്ത മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അമ്മേ, എന്താ ഈ പറയുന്നത്? ഭർത്താവിന്റെ അമ്മയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മരുമോളുടെ കടമയല്ലേ? ആ കടമയ്ക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്നത് വലിയ പാപമാണമ്മേ, പാപം. ഈ പാപം എനിക്ക് ചെയ്യാൻ പറ്റില്ല അമ്മേ. ഇവള് എന്ന് മുതലാ ഇത്ര പുണ്യാളത്തി ആയത്? പുറത്ത് കാക്ക മലന്ന് പറക്കുന്നോ എന്തോ. ഒരു തല്ലിപ്പൊളി മോതിരം തന്നിട്ട് മോണിക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ നോക്കാം. നിങ്ങളെ പീറ മോതിരത്തെക്കാളും വിലയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും. അതിനെ ഞാൻ വാതുറക്കാതിരുന്നാ മതി. ഇത് വെച്ചോളൂ. വല്യമ്മയുടെ അസുഖങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ. അതുവരെ ഒന്നും പറയരുത്. അയ്യോ അനിയ, അതിന് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലേലും അമ്മയുടെ മുമ്പ് വെച്ച് ഇഷിയുടെ കാര്യം പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എന്നാലും സാരമില്ല, എന്തായാലും നീ തന്നതല്ലേ, ഞാൻ കൈവയ്ക്കാം. അമ്മേ, ദാ ഇത് കഴിച്ചോളൂ. ഞാനിന്ന് കൈ കഴുകിയിട്ട് വരാം. ഓഹോ, ഇപ്പോഴാ മനസ്സിലായത്. എന്ത് ഉടായ്പും കളിക്കാൻ അറിയാവുന്ന ഈ മോണിക്ക ഇത്രയും വിദഗ്ധമായി എങ്ങനെയാ കളിക്കുന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അപ്പോഴെന്തോ ഉണ്ട്, എന്തോ ഇവള് മറച്ചു പിടിക്കുന്നുണ്ട്, അത് ഉറപ്പാ. എടാ ചക്കര മോനെ, ഇങ്ങ് വന്നേ. നീ മുത്തശ്ശിയുടെ അടുത്തൊന്നും വരില്ലേ? ഇങ്ങി വാ വാ, ഓടിവാ ഓടിവാ. ഈയിടെ നീ മുത്തശ്ശിയോട് പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ദാ ഇന്നാ, സ്കൂളിന്റെ പുറത്ത് ആ കുൽഫി ഐസ്ക്രീംകാരൻ ഇപ്പോഴും വരാറില്ലേ? അത് വാങ്ങി കഴിക്കേ. അയാള് ദിവസം വരാറുണ്ട്. ഇതിപ്പോ ഒരു ദിവസം കഴിക്കാനുള്ള പൈസയുള്ളൂ. അയ്യോടാ, അത് സാരമില്ല. ഇന്ന് മുതൽ ഞാൻ നിനക്ക് ദിവസം 20 രൂപ വെച്ച് തരാം. അതുപോലെ, പക്ഷെ പകരം മുത്തശ്ശി ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം. അപ്പോഴേ മോനെ, മുത്തശ്ശിയോട് പറ, നിന്റെ അമ്മയുടെ ഇടുപ്പിൽ ഒരു അരഞ്ഞാണം കണ്ടല്ലോ, അതെവിടുന്നാ? ആരാ കൊണ്ടുവന്നേ? മുത്തശ്ശിയോട് എന്താ ഒളിക്കുന്നത്? അത് പറ മോനെ. അങ്ങനെ കൈക്കൂലി തന്ന് പറ്റിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഏക്കില്ല മുത്തശ്ശി. എന്റെ ഭഗവാനെ, ഞാനോലും പത്തി വിടർത്താൻ തുടങ്ങിയോ? എന്റെ കാലിന്റെ ഓപ്പറേഷനാ കഴിഞ്ഞത്. കൈക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് തന്നാലുണ്ടല്ലോ, നീ തറയിൽ കടന്ന് ഉരുളും. മര്യാദ പറഞ്ഞടാ. പറയാൻ
കല്യാണം സൂരജ് ചാച്ചന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണോ? സൂരജിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? നീ ബ്രഹ്മചാരിയാണല്ലോ, പെൺകുട്ടികളെ കൈകൊണ്ട് തൊടില്ല. പക്ഷെ ഭാര്യയെ കൊണ്ടുവരും, എന്നിട്ട് അവളെ പരിചരിക്കാൻ ഞാനും. വെള്ളി സംസാരം കേട്ട് അവൾ എഴുന്നേക്കാതിരുന്നാ മതിയാ. നോക്ക് വിദ്യ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പതുക്കെ സംസാരിക്കുക. നോക്ക്, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞ ഞാനിവിടെ. ആ പറ. എന്താ? എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം. നീ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവണേ. അയ്യോ സൂരജ്, ഞാൻ എന്താ ചെയ്യണ്ടേ? റിയ, വലിയമേ, എന്താ? മരുമോളെ കൊണ്ടുവാ. ഈ വെള്ളമൊക്കെ കുടിക്കാറുള്ളൂ. ഈ കുടുംബത്തില് പായസം വെക്കുന്നത് പോലും വല്ല ഓണമോ മറ്റോ വരുമ്പോ മാത്രം. അതുപോലെ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിൽ 10,000 രൂപയ്ക്ക് മൊത്തം കുടുംബത്തിനും ഡ്രസ്സുകൾ വാങ്ങിക്കും. പിന്നെ പുണ്യാഹം, അതിനിവിടെ ഗംഗാജലോ തളിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണോ കോസ്റ്റ്ലി ആയ ഫുഡ്, മിനറൽ വാട്ടർ, കോസ്റ്റ്ലി ആയ ഡ്രസ്സൊക്കെ വാങ്ങിപ്പിക്കുന്നത്? നീ എന്തിനാ വന്നിരിക്കുന്നത്? സൂരജിനെ അവന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണോ? ഞാൻ ഈ കല്യാണത്തിനെ അംഗീകരിച്ചിട്ടില്ല. എനിക്കിവിടെ ഇരിക്കണമെന്നുമില്ല. എനിക്കിവിടെ ആരുടെ ഒന്നും വേണ്ട. മറിച്ചൊരവസരം മാത്രം കിട്ടിയാൽ മതി. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം അതെനിക്ക് കിട്ടിയ പിന്നെ ഒരിക്കലും ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ല. വല്യമ്മേ, വല്യമ്മയോട് ഞാൻ കാര്യം പറയായിരുന്നത്. പക്ഷെ വല്യമ്മ ആശുപത്രിയിലായതുകൊണ്ട്. ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ. അരമണിക്കൂർ അത്രേ സമയം നിനക്കുള്ളൂ. നീ അവളെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകും. അല്ല അമ്മ എന്തൊക്കെയായി പറയുന്നത്? മിണ്ടരുത്. എന്റെ സൂരജിന്റെ ഇടയിൽ ആരും സംസാരിക്കരുത്. മുൻപ് വീട്ടിൽ ഒരു സാധനങ്ങൾ പോലും ഞാൻ അറിയാതെ അനങ്ങാറില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഇവൻ ഞാൻ അറിയാതെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും അറിയില്ല എന്ന് കരുതിയോ? നീ ആരെയാണ് വിവാഹം കഴിച്ചത്? എല്ലാവരും ഞാനാ പറഞ്ഞു കൊടുത്തേന്ന് കരുതുമല്ലോ. ഇനി അമ്മയെങ്ങാനും വീട്ടിലെത്തിക്കഴിഞ്ഞാ എന്റെ അരഞ്ഞാണത്തിനാരും പോക്കാം. അരമണിക്കൂർ നിന്റെ കയ്യിലുള്ളൂ. അല്ല വല്യമ്മ, തീരുമാനം നിന്റേതാ. ഒന്നുകിൽ ഇവിടെ എന്റെ മരുമകള് വരണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഇനി ഈശ ഇങ്ങോട്ട് കൊണ്ടുവരല്ലാതെ എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. ശരി ശരി വല്യമ്മേ, അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം.
നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് കുറേ ദൂരത്തേക്ക് പോകും. സൂരജ് നിക്ക്. കണ്ടല്ലോ, നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ കണ്ടില്ലേ? ആ പാവപ്പെട്ട പെൺകുട്ടി ഇങ്ങനെയായി, ഇവിടെ വല്യമ്മയും ഇങ്ങനെയായി. എന്നെങ്കിലും ജീവിതത്തിൽ ഒരു ശരിയായ തീരുമാനം നീ എടുത്തിട്ടുണ്ടോ? വല്യമ്മ 1/2 മണിക്കൂറാ തന്നേക്കുന്നത്. ഇപ്പൊ എന്നെ ഒന്ന് ഇവിടുന്ന് വിട്. അച്ഛന്റെ സ്നേഹം നിറഞ്ഞ സംസാരമൊക്കെ ഞാൻ പിന്നെ കേട്ടോളാം. അല്ലെങ്കിലും കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിയെ ബലമായിട്ടാ കല്യാണം കഴിച്ച് ഇനി ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് കൊണ്ടുവരണം. എന്നാ വാ, ഞാനും വരാം നിന്റെ കൂടെ. വേഗം വാ, നടക്ക്. ഇല്ല, ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ഇതിപ്പോ ആരോ പറഞ്ഞതുപോലെയാ, തലച്ചോറ് കാൽമുട്ടിലാണെന്ന്. അതുകൊണ്ടല്ലേ ഇപ്പൊ കാൽമുട്ടിന്റെ കൂടെ അമ്മയുടെ തലച്ചോറിന്റെ കാര്യം കുളമായത്. ഇനി മൊത്തം കുളാവാൻ പോവാ. എടി മോണിക്ക, എനിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാരമില്ല, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കോ. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ മൂളൽ കേട്ട് ഞാൻ കാര്യം മനസ്സിലാക്കുമായിരുന്നു. അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്റെ മനസ്സ് എനിക്ക് വായിക്കാൻ കഴിയും. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്തായാലും അങ്ങനെ ഒരു പെൺകുട്ടി എന്റെ മകന്റെ ബ്രഹ്മചര്യം അവസാനിപ്പിച്ചല്ലോ. അവൾ എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ, ആദ്യം അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെക്കണം. എന്നിട്ട് അവളുടെ ചെവി പിടിച്ചിട്ട് ഞാൻ പറയും, എടി വിദ്യക്കുട്ടി, ഇത്ര അർജന്റായിട്ട് സൂരജിനെ കല്യാണം കഴിച്ച ഞാൻ അറിയില്ലാന്ന് കരുതിയോ? പറയ്. എനിക്കെല്ലാം അറിയാം. അവള് ചിന്തിക്കുന്നുണ്ടാവും, അമ്മായിയമ്മ വീട്ടിലോട്ട് വരട്ടെ, ഞാൻ വീട്ടിലെത്തുന്നത് കാത്തിരിക്കുന്നുണ്ടാവും എന്റെ മോള്. മണ്ടി, അവളുടെ അമ്മായിയമ്മ ആവുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. ഇതോടെ എന്റെ അസുഖം എല്ലാം കാറ്റിൽ പറന്നുപോയി. എനിക്ക് സന്തോഷായി, വളരെ സന്തോഷം. ഇഷ, ഇഷ, ഇഷ മോളെ. ഇഷ മാഡം, ഇഷ മാഡം, മോളെ ഞാൻ ബാത്റൂമിൽ നോക്കട്ടെ. ഞാൻ ചേട്ടത്തിന്റെ റൂമിൽ നോക്കാം. ഇല്ല, അവൾ ചേട്ടത്തിന്റെ മുറിയിലും കാണുന്നില്ല. ആളും ഇല്ല, കിച്ചണിലും ഇല്ല. ഈ പെൺകുട്ടി പിന്നെ ഇത് എങ്ങോട്ടാ പോയേ? എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. നീ ഇവിടെ അടുത്തല്ലോ സൂരജ്, വിദ്യ, 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 വിദ്യ. ദാ വരുന്നു. എന്താ പറ്റിയേ? എന്തിനാ എല്ലാരും കേൾക്കുന്ന പോലെ വിളിച്ചു പോകുന്നേ? ഇഷ എവിടെ? അത് നിന്റെ ഭാര്യയല്ലേ, നിനക്കല്ലേ അറിയാവുന്നേ? എനിക്കെങ്ങനെ അറിയാം? നോക്ക് വിദ്യ, അവളെ ഞാൻ നിന്റെ അടുത്താക്കിയിട്ടാ പോയത്. നോക്കുമ്പോളെ, ആ കുട്ടി എങ്ങോട്ടെങ്കിലും പോകുന്നത് നീ കണ്ടോ? ഇല്ല അങ്കിൾ, എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല. അത് മാത്രമല്ല, ഒരാളെ എങ്ങനെയാ ഇത്ര ദിവസം ബലമായിട്ട് പിടിച്ചിരുത്തുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവരെങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു. ഇന്ന് അവസരം കിട്ടിയപ്പോ ഇന്ന് പോയി കാണും. പുതുപ്പെണ്ണ് ഓടിപ്പോയോ? കൊള്ളാലോ, ആരും ഒരു വീട്ടിൽ നിക്കില്ലല്ലേ? ഇനി നീ അവളെ ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കണ്ട. ഇനി നീ എന്റെയാ, ഞാൻ നിന്റെയും. ആ കുട്ടിക്ക് നല്ല സുഖമില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഈ അവസ്ഥയിൽ ആ പാവം എവിടെ കിടന്ന് കറങ്ങുന്നോ?
ഒരു പാവം കുട്ടിയാ. അവൾ എവിടെയാണെങ്കിലും അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ സുരക്ഷിതമായിട്ട് നോക്കണേ പ്രഭു. ഈശ മാഡം എന്തായാലും വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. പിന്നെ എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത്? എന്റെ മോൾ എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ് അച്ഛാ. അച്ഛാ, ഞാൻ എന്തായാലും റോഹനെ മാത്രമേ വിവാഹം കഴിക്കൂ അല്ലേ? ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. ഇത്രയും കാലം പ്രേമമാണെന്ന് കരുതിയതൊക്കെ വെറും അട്രാക്ഷൻ ആയിരുന്നു. ജീവിതകാലം മുഴുവൻ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. നീ വെറും പാവയല്ല, കീ കൊടുത്താൽ ഓടുന്ന പാവയാ. നിന്റെ ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്കായിരിക്കും. നിനക്ക് കുറെ പൈസയല്ലേ വേണ്ടത്, അത് ഞാൻ ഇപ്പൊ തരും. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ചേട്ടാ, ദേ ഈ പെൺകുട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല ഈഷ, നീ തോൽവി സമ്മതിക്കില്ല. നീ എഴുന്നേൽക്കണം.